പുതിയതായിട്ട് ഓട്ടോ ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ എന്നോട് വിളിച്ചിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഏത് വണ്ടി എടുത്തിട്ട് വരുന്നതാണ് നല്ലതെന്ന്. പല വീഡിയോയിലും ഞാൻ അതിന് ഉത്തരം പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും പുതിയ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ചോദ്യം തുടർന്ന് പോകുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് ഏത് വണ്ടിയാണ് ഏറ്റവും നല്ലത്? അപ്പോൾ ഞാനിതിൽ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇലക്ട്രിക്, അതുപോലെ തന്നെ ആപ്പ, പിന്നെ ബജാജിന്റെ ചെറിയ വണ്ടി. അപ്പോൾ ഇലക്ട്രിക് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് കമ്പനി ഒന്നും ഞാൻ പറയുന്നില്ല, എല്ലാ ഇലക്ട്രിക് വണ്ടികളും അതിൽ പെടും. പിന്നെ ആപ്പ എന്ന് പറയുമ്പോൾ ആപ്പേനെ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്ന വലിയ വണ്ടികൾ, അതിപ്പോൾ അതുലായാലും ആൽഫ ആയാലും അതുപോലെ തന്നെ ബജാജിന്റെ തന്നെ ഇപ്പോൾ വലിയ മാക്സിമം ഉണ്ടല്ലോ, അതായാലും അതിൽ ഉൾപ്പെടുത്താം. പിന്നെ ചെറിയ വണ്ടി എന്ന് പറയുന്നത് എല്ലാത്തിലും ചെറിയ വണ്ടി ഉണ്ടല്ലോ, എങ്കിലും ഇതിൽ ഏറ്റവും ബെറ്റർ ഏതാണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ആദ്യം ഇലക്ട്രിക്കിനെ കുറിച്ച് പറയാം, പിന്നെ ആപ്പേനെ കുറിച്ച് പറയാം, പിന്നെ ബജാജിന്റെ ചെറിയ വണ്ടീനെ കുറിച്ച് പറയാം. ഞാൻ ഈ പറയുന്നത് തീർത്തും എൻ്റെ അഭിപ്രായങ്ങളാണ്. പലർക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഇനി എന്നെ കോൺടാക്ട് ചെയ്തിട്ട് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാവും. അതുവഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ സംശയങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനുള്ള കാര്യങ്ങൾ ജെന്യുവൻ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് മറുപടി തരും. ആദ്യം നമുക്ക് ഇലക്ട്രിക് വണ്ടികളെ പറ്റി പറയാം. ഇനി വരുന്ന കാലത്ത് കൂടുതലായിട്ട് വരാൻ പോകുന്നത് ഇലക്ട്രിക് വണ്ടികളാവാനുള്ള സാധ്യതയാണ് കൂടുതൽ. പല കമ്പനികളും അത്യാവശ്യം നല്ല റേഞ്ചുള്ള വണ്ടികൾ ഇറക്കി തുടങ്ങി. നമ്മുടെ നിരത്തുകളിലെല്ലാം ഇലക്ട്രിക് വണ്ടികൾ നമ്മൾ നല്ലോണം കാണാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ പ്രശ്നം എവിടെ വരുന്നതെന്ന് വെച്ചാൽ, ഒന്ന്, വില നമുക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറമാണ്. എല്ലാ വണ്ടികൾക്കും 3.5 ലക്ഷത്തിന്റെ മേലെയാണ് വില വരുന്നത്. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 കൊല്ലം അതുപോലെ തന്നെ 1 ലക്ഷം കിലോമീറ്റർ 1.5 ലക്ഷം കിലോമീറ്റർ ഒക്കെ വാറണ്ടികൾ പല കമ്പനികളും കൊടുക്കുന്നുണ്ട്. ഇതിന് ശേഷം എന്താ സംഭവിക്കുക എന്നുള്ള കാര്യത്തിൽ ഇപ്പം നമുക്ക് ഒരു ഐഡിയ ഇല്ല എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഈ 1.5 ലക്ഷം കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം ഓടുന്ന ഒരാളാണെങ്കിൽ 5 കൊല്ലം ആ വണ്ടി വരില്ല. ഒരു 2.5-3 കൊല്ലം കൊണ്ടൊക്കെ 1.5 ലക്ഷം കിലോമീറ്റർ വണ്ടി ഓടിപ്പോകും. അത് കഴിഞ്ഞിട്ട് എന്ത് എന്നുള്ളൊരു ചോദ്യം ഇപ്പൊ എല്ലാവരുടെയും മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ഇലക്ട്രിക് വണ്ടികൾ എടുക്കാൻ ആൾക്കാർ ഒന്നും മടിക്കുന്നത്. ഈ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും ധൈര്യമായിട്ട് ഇലക്ട്രിക് വണ്ടി എടുത്ത് ഓടിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം നമുക്ക് എണ്ണ അടിക്കേണ്ട, മറ്റു മെയിൻ്റനൻസുകൾ നോക്കണ്ട, ശബ്ദമില്ല, ഒരുപാട് ഗുണങ്ങൾ ഇലക്ട്രിക് വണ്ടിക്ക് ഉണ്ട്. പക്ഷേ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഇതെടുക്കാനുള്ള ഒരു മടി വരുന്നത്. വിൽക്കുന്നില്ല, ഈ വണ്ടി കാലാകാലം ഉപയോഗിക്കാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള ഒരു ധൈര്യമുള്ള ഒരാൾക്ക് ധൈര്യമായിട്ട് ഇലക്ട്രിക് വണ്ടി എടുക്കാം, ഒരു പ്രശ്നമില്ല. റീസെയിലിനെ പറ്റിയിട്ട് ഇപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഒരു പക്ഷേ എടുത്തു കഴിഞ്ഞാൽ അത് കാലാകാലം നമ്മളടുത്ത് തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത് ആപ്പ. അധികം മെയിൻ്റനൻസ് ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ് ആപ്പ. ഇപ്പോൾ ക്ലാസിക് ഇറങ്ങിയതിന് ശേഷം പല കംപ്ലൈൻറ്റുകളും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും ഒരു 2020 വരെ വന്നിട്ടുണ്ടായിരുന്ന വണ്ടി, ആ BS6 വണ്ടി 600cc വണ്ടി വരുന്നതിന് മുന്നേ വരെ വന്നിട്ടുണ്ടായിരുന്ന വണ്ടികൾ, BS4 വരെയുള്ള വണ്ടികൾ നല്ല അഭിപ്രായമുള്ള വണ്ടിയാണ്. വലിയ മെയിൻ്റനൻസും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിക്ക് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ 600cc വണ്ടി വന്നതിന് ശേഷം ആപ്പയോടുള്ള എല്ലാ കോൺഫിഡൻസും എല്ലാവർക്കും പോയിട്ടുണ്ട്. ക്ലാസിക്കിന് പ്രശ്നങ്ങൾ പറയുന്നുണ്ടെങ്കിലും ആ പഴയ വണ്ടിൻ്റെ ഒരു ക്വാളിറ്റിയൊക്കെ അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആപ്പയോട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ആപ്പ തന്നെ എടുക്കാം, അതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ എടുക്കുമ്പം ഉപയോഗിക്കുന്ന ആൾക്കാരോട് കറക്റ്റായിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എടുക്കുക. പിന്നീടുള്ളത് ബജാജിൻ്റെ ചെറിയ വണ്ടിയാണ്. വലിയൊരു കുഴപ്പം പറയാത്തൊരു വണ്ടി ബജാജിൻ്റെ ചെറിയ വണ്ടി തന്നെയാണ്. ഇപ്പം ഇറങ്ങിയ കാലം മുതൽ ഈ ഒരു ടൈം വരെ വലിയ പ്രശ്നം ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഉപയോഗിച്ച് കൊണ്ടുപോകാൻ പറ്റിയൊരു വണ്ടിയാണ് അത്. ഞാൻ ഉപയോഗിക്കുന്ന ആപ്പയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ഇപ്പോഴും നിലവിൽ ആപ്പ തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ. പുതിയതായിട്ട് ഒരാൾ ഒരു ഓട്ടോ എടുത്ത് വരുമ്പം എപ്പോഴും അതിലൊരു മെച്ചം ഉണ്ടാവണം എന്നാണല്ലോ ആഗ്രഹിക്കുക. അപ്പോൾ ഇലക്ട്രിക് വണ്ടി, ആപ്പ, ബജാജിൻ്റെ ചെറിയ വണ്ടി, ഇതിൽ ഞാൻ 1ാം സ്ഥാനം കൊടുക്കുന്നത് ബജാജിൻ്റെ ചെറിയ വണ്ടിക്കാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, 1, അത്യാവശ്യം മൈലേജ് ഉണ്ട്. 2, ഇപ്പോൾ നമുക്ക് ഏറ്റവും വില കുറഞ്ഞ് കിട്ടാവുന്ന ഒരു വണ്ടി അത് തന്നെയാണ്. എനിക്ക് തോന്നുന്നൊരു 2.80 ആ ഒരു റേറ്റാണ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കറക്റ്റ് അല്ല, ഏറെക്കുറെ ആ ഒരു റേറ്റാണ് വരുന്നതെന്നാണ് തോന്നുന്നത്. ചിലപ്പോൾ അതിൽ കൂടാൻ കുറയാം. ചെറിയൊരു ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അടവിട്ടിട്ട് നമുക്ക് വണ്ടി എടുക്കാൻ പറ്റും. ആപ്പേൻ്റെ കാര്യം പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, പ്രധാനമായിട്ടും ആപ്പയിൽ എനിക്ക് പറയാനുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് ഈ ലോഡ് എടുത്ത് പോകുന്നതിന് ഒരു പ്രശ്നമുണ്ട്. അത് പിടിച്ചു കഴിഞ്ഞാൽ 3000 രൂപ ഫൈൻ കിട്ടും. അപ്പോൾ ആപ്പ വലിയ വണ്ടി നമ്മൾ എടുക്കുന്ന സമയത്ത് കുറച്ച് ലോഡും സാധനങ്ങളൊക്കെ എടുത്ത് പോയാലേ നമുക്കത് മുതലാവുള്ളൂ. കാരണം മൈലേജ് എപ്പോഴും 30ന്റെ താഴേക്കായിരിക്കും. ഇപ്പോൾ ചെറിയ വണ്ടിക്കാണെങ്കിൽ എപ്പോഴും 30ന്റെ മേലോട്ട് മൈലേജ് കിട്ടും. ഒരു 5 കിലോമീറ്ററിന്റെ മാറ്റമാണെങ്കിൽ തന്നെ മൈലേജ് ശരിക്കും നമുക്കത് അറിയും. ആപ്പയിൽ ഒരു കുറച്ച് ലോഡൊക്കെ എടുത്ത് ഒരു 10-50 രൂപ കൂടുതൽ കിട്ടുന്ന ഓട്ടമാണെങ്കിൽ മാത്രമേ നമുക്ക് ആപ്പയ്ക്ക് മെച്ചമുള്ളൂ. അപ്പോൾ 1ാം സ്ഥാനം എന്തുകൊണ്ടും ഞാൻ ബജാജിൻ്റെ ചെറിയ വണ്ടിക്കാണ് കൊടുക്കുന്നത്. 2ാം സ്ഥാനം ഞാൻ ആപ്പയ്ക്ക് കൊടുക്കുന്നു. ആപ്പ ഇഷ്ടമുള്ള ആൾക്കാർ, അതുപോലെ തന്നെ ചെറിയ ചെറിയ ലോഡുകളൊക്കെ എടുത്തിട്ട് പോകേണ്ട ആൾക്കാർക്ക് ഇപ്പോഴും ആപ്പ എടുക്കാവുന്നതാണ്. 3ാം സ്ഥാനം മാത്രമേ ഞാൻ ഇലക്ട്രിക് വണ്ടിക്ക് കൊടുക്കുന്നുള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ,
മറ്റെല്ലാ പ്രശ്നങ്ങളും നമുക്ക് ഒഴിവാക്കാം. ഇപ്പോൾ ബാറ്ററിൻ്റെയോ 5 കൊല്ലം കഴിഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളോ റീസെയിൽ വാല്യൂ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കി നിർത്തിയാലും ഇതിൻ്റെ വില ഭയങ്കര ഹൈ ആണ്. ഒരു ഓട്ടോനെ സംബന്ധിച്ച് ഇതിൻ്റെ വില ഭയങ്കര കൂടുതലാണ്. ആ ഒരൊറ്റ പ്രശ്നം കൊണ്ട് മാത്രമാണ് ഇലക്ട്രിക്കിന് നമുക്ക് 3-ാം സ്ഥാനം കൊടുക്കേണ്ടി വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ മാക്സിമം പോയ ഒരു 3 ലക്ഷം രൂപ, ആ 3 ലക്ഷം രൂപേൻ്റെ താഴേക്കാണെങ്കിൽ ഇലക്ട്രിക് വണ്ടികൾ ഇപ്പോൾ ഇറങ്ങുന്നതിനെക്കാട്ടിലും കൂടുതൽ ഇറങ്ങും. നിങ്ങൾ പുതിയൊരു വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഏറ്റവും നല്ലത് ബജാജിൻ്റെ ഒരു ചെറിയ വണ്ടി എടുക്കുക. ഇപ്പോൾ നമുക്കൊരു 2-3 ആളെയും കൊണ്ടുള്ള ഓട്ടോ ഒക്കെ ഉള്ളെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് അത് മതി. എല്ലാ കാര്യങ്ങളും നമുക്ക് നടക്കും. യാതൊരു പ്രശ്നവും അതിലുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഈ പറയുന്ന എൻ്റെ അറിവാണ്. അല്ല, കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കണം, ഇപ്പോൾ ഒരു 4 ആളെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആപ്പ എടുക്കാം. പിന്നെ ഇലക്ട്രിക് വണ്ടിയാണ് വരും കാലത്ത് കൂടുതൽ വരാൻ പോകുന്നത് എന്നുള്ള അറിവ് നമുക്ക് ഉള്ളത് കൊണ്ട് ഇലക്ട്രിക് വണ്ടി തന്നെ മതി എന്നുള്ളവർക്ക് ഇലക്ട്രിക് വണ്ടി എടുക്കാം. ഞാൻ പറയുന്ന ഒരു പ്രശ്നം അതിൻ്റെ വില മാത്രമാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.